മാന്യ പ്രേക്ഷകർക്ക് കൃഷി ദർശൻ ഫോൺ ഇൻ ലൈവ് പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ ഇന്നത്തെ കൃഷി ദർശൻ പരിപാടിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം കാർഷിക വിജ്ഞാന വ്യാപനവും മാധ്യമങ്ങളും എന്നതാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്തൊക്കെ തന്നെയും ഭക്ഷ്യോൽപാദനത്തിൽ ഗണ്യമായ വർധനവുണ്ടായത് കാർഷിക മേഖലയിലെ ഗവേഷണങ്ങളുടെ ഫലമാണ്. കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിലായാലും കാർഷിക സർവകലാശാലകളിലായാലും നടത്തപ്പെടുന്ന ഗവേഷണങ്ങൾ അതിൻ്റെ പരിസമാപ്തിയിലെത്തുന്നത് ഗവേഷണ ഫലങ്ങൾ കർഷകരുടെ കൈകളിലെത്തുമ്പോഴാണ്. ഇവിടെയാണ് കാർഷിക വിജ്ഞാന വ്യാപനത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. നമുക്കറിയാം, കാർഷിക വിജ്ഞാന വ്യാപനത്തിന് പലതരം രീതികളുണ്ടെങ്കിൽ പോലും അതിൽ പ്രധാനം എന്ന് പറയുന്നത് എന്നും മാധ്യമങ്ങൾ തന്നെയാണ്. കാർഷിക വിജ്ഞാന വ്യാപനവും മാധ്യമങ്ങളും എന്ന ഈ പരിപാടിയിൽ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തുന്നത് കേരളത്തിലെ പ്രശസ്ത ഫാം ജേർണലിസ്റ്റും കേരള കർഷകൻ്റെ എഡിറ്ററുമായ ശ്രീ സുരേഷ് മുതുകുളമാണ്. കൃഷി വകുപ്പിലെ ജോയിൻറ്റ് ഡയറക്ടറും ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസറുമായ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ഫാം ജേർണലിസ്റ്റും മാധ്യമപ്രവർത്തകനുമാണ്. കേരള സർക്കാരിൻ്റെ സത്സേവന രേഖ, ഏറ്റവും നല്ല മാധ്യമപ്രവർത്തകനുള്ള കർഷക ഭാരതി അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകളുടെ ഉടമസ്ഥൻ കൂടിയാണ് ശ്രീ സുരേഷ് മുതുകുളം സാർ. നമസ്കാരം സാർ. സാറിനെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സാർ, കാർഷിക വിജ്ഞാന വ്യാപനവും മാധ്യമങ്ങളും എന്ന ഒരു വിഷയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. തീർച്ചയായും. എന്താണ് യഥാർത്ഥത്തിൽ കാർഷിക വിജ്ഞാന വ്യാപനം? കാർഷിക വിജ്ഞാന വ്യാപനം എന്ന വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. നാം എല്ലാം അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇത്തരം കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ കൃഷി ഗവേഷണ കേന്ദ്രങ്ങളിലും കാർഷിക സർവകലാശാലകളിലും അതാത് കാലങ്ങളിൽ ഉരുത്തിരിയുന്ന പുത്തൻ അറിവുകൾ, കൃഷിശാസ്ത്ര സഹായിയായ പുത്തൻ അറിവുകൾ യഥാസമയം അതിൻ്റെ സൂക്ഷ്മതയും കൃത്യതയും ചോരാതെ അതിൻ്റെ അന്തിമ ഉപഭോക്താക്കൾ എന്ന് നാം വിശേഷിപ്പിക്കുന്ന കർഷകരിലെത്തിക്കുക, ആ ഒരു പ്രവർത്തനമാണ്, അല്ലെങ്കിൽ ആ ഒരു ശ്രദ്ധാപൂർവമായ പ്രവർത്തനത്തിനാണ് അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ കൃഷി വിജ്ഞാന വ്യാപനം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കാർഷിക വിജ്ഞാന വ്യാപനത്തിനൊരു ചരിത്രമുണ്ടാവുമല്ലോ? തീർച്ചയായും. അപ്പോൾ അതിൻ്റെ ആ ചരിത്രത്തെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാമോ സാറിന്? കൃഷി വിജ്ഞാന വ്യാപനത്തിൻ്റെ ചരിത്രമെന്ന് പറയുന്നത് ഏതാണ്ട് അരനൂറ്റാണ്ടിൻ്റെ ചരിത്രമാണ്. അത് ഇന്ത്യയിലായാലും കേരളത്തിലായാലും ഏതാണ്ട് സമാന്തരമായി പുരോഗമിച്ചൊരു മേഖലയാണ് ഈ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ്റെ ചരിത്രം. ഇതിനൊക്കെ ഒരു തുടക്കം കുറിക്കുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ ഒരു അവസാന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ കൃഷി ഗവേഷണം തീർച്ചയായിട്ടും പുരോഗമിക്കണം എന്നുള്ള ഭരണകർത്താക്കളുടെ ഒരു സുചിന്തിതമായ ആശയത്തിൽ നിന്നാണ് ഇത്തരം ഒരു ആശയം ഉടലെടുക്കുന്നത്. ഇന്ന് നാമെല്ലാം അറിയപ്പെടുന്ന ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൽഹിയിലേത്, അത് അക്കാലത്ത് ഇമ്പീരിയൽ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു. അവർ അക്കാലത്ത് ആരംഭിച്ച അഗ്രികൾച്ചർ ജേർണൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ശ്രദ്ധേയമായ പ്രസിദ്ധീകരണം 1906-ലാണത്. ഇന്നത്തേക്കാൾ എത്രയോ വർഷം മുൻപ് ആരംഭിച്ച ആ പ്രസിദ്ധീകരണത്തിൽ പോലും സമഗ്രമായ കൃഷി വിവരങ്ങൾ, വിളകളെയും ഫലവർഗ്ഗങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ, സസ്യസംരക്ഷണം, വളപ്രയോഗം, മണ്ണ് സംരക്ഷണം, ജലസേചനം തുടങ്ങി കൃഷിയുടെ നാനാവശങ്ങളെയും കുറിച്ച് സമഗ്രമായി പ്രതിപാദിക്കുന്ന ഒരു ജേർണൽ, ഒരു ആധികാരിക പ്രസിദ്ധീകരണമായിട്ടാണത് പുറത്തിറക്കിയത്. ഞാൻ ഈ പറയുന്നത് 1906-ലെ കാര്യമാണ്. വർഷങ്ങൾ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഒരു അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ വിഭാഗം, കേന്ദ്രത്തിൽ കൃഷി മന്ത്രാലയത്തിന് അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ വിഭാഗം ഉണ്ടാവുകയും അവർ ചില പ്രസിദ്ധീകരണങ്ങളുമായി, നാം ഇന്ന് അറിയപ്പെടുന്ന ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളുമായി മുന്നോട്ട് വരികയും ചെയ്തു. അതും ഒരർത്ഥത്തിൽ അഗ്രികൾച്ചർ എക്സ്റ്റൻഷന് പ്രചോദനമേകിയ ഒരു പ്രവർത്തനമായിരുന്നു. ഇതിനേക്കാൾ ഒക്കെ ഉപരി നമുക്ക് പറയാവുന്ന മറ്റൊരു കാര്യം, ഇന്ത്യയിൽ കാർഷിക സർവകലാശാലകൾ രൂപീകൃതമായതാണ്. കാർഷിക സർവകലാശാലകളുടെ ഉദയത്തോടെയാണ് കൃഷി ഗവേഷണം വളരെയധികം ശക്തിപ്പെടുന്നതും തീർച്ചയായിട്ടും അപ്പോൾ ഉണ്ടാകുന്ന പുതിയ കൃഷി അറിവുകൾ എങ്ങനെ കർഷകരിൽ എത്തിക്കാം,
അന്ന് നാം ഈ കാണുന്ന പോലുള്ള ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളൊന്നും അത്ര പുരോഗമിച്ചിട്ടില്ല. അന്നുള്ള ഏക ആശ്രയം അച്ചടി മാധ്യമമാണ്. അപ്പോൾ അച്ചടി മാധ്യമം ലീഫ്ലെറ്റുകളായും ബുക്ക്ലെറ്റുകളായും ഒക്കെ ഇത്തരം കാർഷിക സർവകലാശാലകളിൽ നിന്ന് പ്രസിദ്ധീകരണങ്ങൾ പുറത്തു വരികയും അത് ഒരർത്ഥത്തിൽ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ജേർണലിസം എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് ഒരു രാസത്വരകമായി വർത്തിക്കുകയും ചെയ്തു. ഇതാണ് ഒരു അരനൂറ്റാണ്ട് കാലത്ത് ഇന്ത്യയിലെ അഗ്രികൾച്ചർ ജേർണലിസത്തിൻ്റെ എത്രയും ചുരുങ്ങിയ വാക്കുകളിലുള്ള ഒരു ചരിത്രം. നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ കാർഷിക മേഖലയിലും ഇന്ന് കാണുന്ന പുരോഗതിക്ക് അടിസ്ഥാനം യഥാർത്ഥത്തിൽ കാർഷിക വിജ്ഞാന വ്യാപന മേഖലയുടെ ഒരു വളർച്ച തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രം പറയുമ്പോൾ നമുക്കതൊന്ന് സാറിന് വിശദീകരിക്കാമോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതേ ചോദ്യത്തിൽ പറഞ്ഞ ഒരു അരനൂറ്റാണ്ടിൻ്റെ ചരിത്രം തന്നെയാണ് മറ്റെല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിലും ഉണ്ടായതെന്ന് നമുക്ക് അഭിമാനപൂർവ്വം പറയാം. നാം ആരോഗ്യരംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും സാക്ഷരതയുടെ രംഗത്തായാലും ഒക്കെ കേരളം എക്കാലവും മറ്റ് രാജ്യങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കും മാതൃകയാണ്. അതേ മാതൃക തന്നെ കാർഷിക വിജ്ഞാന വ്യാപനത്തിൻ്റെ കാര്യത്തിലും ഉണ്ടായി എന്നുള്ളതാണ് പരമാർത്ഥം. ഞാൻ നേരത്തെ 1906 അഗ്രികൾച്ചർ ജേർണൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം ദില്ലിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചതായിട്ട് പറഞ്ഞു. ഏതാണ്ട് അതേ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിലും ഈ കൃഷി വിജ്ഞാന വ്യാപന രംഗത്ത് അച്ചടി മാധ്യമങ്ങൾ എങ്ങനെ ഉപയോഗിക്കാമെന്നതിൻ്റെ സുധീരമായ ചില പരീക്ഷണങ്ങൾ നടന്നുവെന്ന് ചരിത്രരേഖകളുണ്ട്. ഇക്കൂട്ടത്തിൽ അന്ന് അതൊന്നും മാസികയുടെയോ പുസ്തകത്തിൻ്റെയോ രൂപത്തിലായിരുന്നില്ല എന്ന് മാത്രം. അന്ന് അതിനൊക്കെ മാഗസിൻ പേപ്പേഴ്സ് എന്നാണ് പറഞ്ഞിരുന്നത്. മാഗസിൻ പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും കൃഷി കാര്യങ്ങൾ കർഷകൻ എങ്ങനെ ലളിതമായി സംവദിക്കാൻ, അവനുമായിട്ട് എങ്ങനെ ലളിതമായി സംവദിക്കാൻ കഴിയും, ഇത്തരം വളരെ സാങ്കേതികമായ കാര്യങ്ങൾ കർഷകനെ മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ എങ്ങനെ ലളിതമായി പറഞ്ഞു കൊടുക്കാൻ കഴിയും എന്നതിൻ്റെ വളരെ ചെറിയ ഉദാഹരണങ്ങളാണ് ഈ മാഗസിൻ പേപ്പേഴ്സ്. ഇന്ന് നാം കാണുന്ന എല്ലാത്തരം കൃഷി മാസികകളുടെയും മുന്നോടിയായിട്ടാണ് അത്തരം മാഗസിൻ പേപ്പേഴ്സിനെ ഇതുമായി ഗവേഷണം നടത്തുന്നവർ വിലയിരുത്തുന്നത്. അതിനുദാഹരണമായിട്ട് 1906 തന്നെ ഒറ്റപ്പാലത്ത് നിന്ന് കൃഷിക്കാരൻ എന്ന് പറയുന്ന ഒരു മാഗസിൻ പേപ്പർ ഇറങ്ങിയിരുന്നു. തിരുവിതാംകൂർ രാജവംശം തന്നെ അക്കാലത്ത് തിരുക്കൊച്ചി കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ചെറിയ കൃഷി മാസികകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇങ്ങനെ അന്നത്തെ ഈ ഒരു പൂർണ്ണമായി മാസികയുടെ രൂപം എത്തിയിട്ടില്ല എങ്കിൽ പോലും സാധാരണ കർഷകന് ഇത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ പ്രസിദ്ധീകരണങ്ങൾ അക്കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ 1906 തുടങ്ങിയ ആ തുടക്കം പിന്നെ ക്രമേണ മുന്നോട്ട് വന്ന് ഇന്ന് നാം കാണുന്ന ഇന്ത്യൻ അഗ്രികൾച്ചർ ജേർണൽ, സ്പൈസ് ഇന്ത്യ, റബ്ബർ തുടങ്ങിയ സർക്കാർ പ്രസിദ്ധീകരണങ്ങളിലേക്ക് എത്തുകയും ഇന്ന് നാം എല്ലാം അറിയപ്പെടുന്ന വളരെ പ്രസിദ്ധമായ കേരള കർഷകൻ മാസികയിലേക്ക് വളരെ പിന്നീട് എത്തിച്ചേരുകയും ചെയ്തു എന്നതാണ് കേരളത്തിലെ ചരിത്രം. കാർഷിക വിജ്ഞാന വ്യാപനത്തിൻ്റെ കേരളത്തിലെ ചരിത്രം അതാണ്. കാർഷിക വിജ്ഞാന വ്യാപനത്തിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളുടെ വലിയൊരു പങ്കാണ്. തീർച്ചയായും. അപ്പോൾ ഒരു നമ്മുടെ പ്രിൻ്റ് മീഡിയ ആണെങ്കിലും അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയ ആണെങ്കിലും പത്ര, ദൃശ്യ, ശ്രവ്യ മാധ്യമങ്ങൾ കാർഷിക വിജ്ഞാന വ്യാപന മേഖലയിൽ ചെലുത്തുന്ന സ്വാധീനത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്, അല്ലെങ്കിൽ അത് എത്രത്തോളമാണ്? നമുക്കെല്ലാം അറിയാവുന്നതുപോലെ അച്ചടി മാധ്യമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ വിശ്വാസ്യത, അതായത് എഴുതി കിട്ടുന്ന വാക്ക് അല്ലെങ്കിൽ അച്ചടിച്ച് വരുന്ന വാക്ക്, അതിൻ്റെ വിശ്വാസ്യത പ്രത്യേകിച്ച് സാക്ഷര കേരളത്തിൽ ആരും തള്ളിക്കളയാൻ നിർവാഹമില്ല, തള്ളിക്കളയുമെന്ന് തോന്നുന്നില്ല. ഒരു സർക്കാർ വകുപ്പിൽ നിന്നോ ഒരു കാർഷിക സർവകലാശാലയിൽ നിന്നോ കർഷകന് വേണ്ട ഒരു വിവരം അച്ചടിച്ചൊരു പുസ്തക രൂപത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ തന്നെ 100% മുറുകെ പിടിച്ചുകൊണ്ടാവും ഈ കർഷകൻ തൻ്റെ കൃഷിയിടത്തിൽ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത്. ഈ ഒരു വിശ്വാസ്യതയാണ് അച്ചടി മാധ്യമങ്ങളുടെ കാര്യത്തിൽ ഉള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പിൽക്കാലത്ത് രൂപീകൃതമായ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ അച്ചടി മാധ്യമങ്ങളിൽ തുടങ്ങുകയും മറ്റ് മാധ്യമങ്ങളിലേക്ക് ക്രമേണ ചുവട് വെച്ച് മുന്നേറുകയും ചെയ്തു. സാർ, അതിനിടയിൽ നമുക്കൊരു കോൾ വരുന്നുണ്ട്, നമുക്കതൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് അടുത്തേക്ക് കിടക്കാം. സാർ, ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ പള്ളിപ്പുറത്ത് നിന്നാണ് വിളിക്കുന്നത് സാറ്. എന്താണ് പേരെന്താണ്? പേര് മാജിദ. പേരെന്താ? മാജിദ. എന്താണ്? ചോദിച്ചോളൂ, സാറിനോട് ചോദിച്ചോളൂ. സാറിനോട് ചോദിക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ കൃഷിഭവൻ വഴി അടുത്ത ഉദ്യോഗസ്ഥര് നമ്മുടെ അവിടെ ചെല്ലുന്ന ഈ പല ആവശ്യങ്ങൾക്കായിട്ട് ചെല്ലുന്നവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ കേരള കർഷകനായിട്ട് ബുക്ക് ചെയ്യിക്കുന്നല്ലോ. അപ്പൊ ഇത് എല്ലാവരിലും കിട്ടുന്നില്ല. അത് ചെന്ന് അവര് പരാതി പറഞ്ഞപ്പോ അവരുമാതിരി ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത മറുപടിയാണ് അവരിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പൊ നമുക്കിപ്പോ ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടണം. അതാണ്
മുമ്പ് ഒരു 6 വർഷം മുമ്പ് എനിക്കത് കിട്ടിയില്ല. ഇപ്പൊ 2 വർഷം മുമ്പ് ബുക്ക് ചെയ്തിട്ടും കിട്ടിയില്ല. അത് പരാതിയായിട്ട് പറയണമെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ സാർ അതിന് വേണ്ടുന്ന ഒരു എന്തെങ്കിലും ഒരു ഞങ്ങളെ പോലുള്ളവർക്കൊരു കൈ കിട്ടത്തക്ക രീതിയിലുള്ള സംവിധാനം ഉണ്ടാക്കണം. അതുപോലെ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു രസീത് തരണം. അതവർ തരില്ല. അവര് പറയും ഞങ്ങൾ അയക്കാന്ന്. സാജിദ കേൾക്കൂ, ഞാൻ പറയാം. സാജിദ തീർച്ചയായിട്ടും പറഞ്ഞ കാര്യം വളരെ പ്രസക്തമായ കാര്യമാണ്. ഏതാണ്ട് 1.5 ലക്ഷത്തോളം വരിക്കാരുള്ള ഒരു പ്രസിദ്ധീകരണമാണ് കേരള കർഷകൻ. സാജിദ, ഞാൻ മനസ്സിലാക്കുന്നത് പള്ളിപ്പുറത്തു നിന്നല്ലേ വിളിക്കുന്നു പറഞ്ഞു? പള്ളിപ്പുറം കൃഷിഭവനിലാവും ഈ കാശ് അടച്ചത് അല്ലേ? അണ്ടൂർക്കോണം കൃഷിഭവനിലാണ്. അപ്പൊ അണ്ടൂർക്കോണം കൃഷിഭവനിൽ ഈ കാശ് അടച്ചിട്ട് അവർ എന്നത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിൽ എത്തിച്ചു എന്നറിയാമോ? അറിയില്ല. അത് ഞാൻ കഴിഞ്ഞ മാസം പോയി ചോദിച്ചപ്പോ അങ്ങനെ അത് ഞങ്ങൾ അയച്ചു. പിന്നെ ഒരു സാറ് പരാതിയായിട്ടല്ല, തീർച്ചയായിട്ടും മാത്രം കാര്യം ഒരു മാഡത്തിനോടാണ് പൈസ കൊടുത്തിട്ട് വന്നത്. അതവിടെ എനിക്കൊരു ആനുകൂല്യം കിട്ടിയപ്പോ അവർ ഇങ്ങോട്ട് പറയാതെ ഞാൻ അങ്ങോട്ട് മനസ്സിലായി. എനിക്ക് പറയുന്നത് മനസ്സിലായി. ഞങ്ങൾക്ക് ഇതുപോലെ അത്യാവശ്യം ചില പരാതികൾ വരാറുണ്ട്. അത് പലപ്പോഴും ഞങ്ങളുടെ അടുത്ത് നേരിട്ട് കാശ് അടയ്ക്കുന്നവരുടെ പരാതിയല്ല വരുന്നത്. കൃഷിഭവൻ മുഖേന കൃഷിഭവനിലെ ഉദ്യോഗസ്ഥർ മറ്റ് പല തിരക്കുകൾക്കിടയ്ക്കും ഈ കാര്യങ്ങൾ ചെയ്യുന്നത് വാസ്തവത്തിൽ വളരെ ശ്രദ്ധേയമായ രീതിയിൽ അഭിനന്ദനാർഹമായ രീതിയിൽ തന്നെയാണ്. പക്ഷെ അതിന് പറ്റുന്ന ഒരു തകരാർ എന്താണെന്ന് പറഞ്ഞാൽ, ഒരാളുടെയോ 2 പേരുടെയോ വരിസംഖ്യ കിട്ടിക്കഴിയുന്ന മുറയ്ക്ക് അവരുടൻ തന്നെ അതിവിടെ ഞങ്ങളുടെ ബ്യൂറോയിൽ എത്തിക്കത്തില്ല. അതിന് പകരം അവരതൊരു കൂട്ടമായിട്ട് 50-100 ആകുമ്പോഴാണ് അത് ഞങ്ങളുടെ ഓഫീസിൽ വന്ന് അടയ്ക്കുകയും നിങ്ങൾക്കത് 1 മാസത്തിന് ശേഷം വരുന്ന കോപ്പി തൊട്ട് തീർച്ചയായിട്ടും കിട്ടിത്തുടങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു സാജിദയുടെ കാര്യത്തിൽ പറ്റിയിരിക്കുന്ന അതെന്താണെന്ന് നമുക്ക് തീർച്ചയായിട്ടും തിരക്കാം. ഞങ്ങളുടെ ഓഫീസ് നമ്പറിൽ ബന്ധപ്പെടുക, ഇല്ലെങ്കിൽ അത് ഞാൻ തന്നെ നേരിട്ട് ഇടപെട്ട് അത് ശരിയാക്കി തരാം. ഇപ്പൊ 2 വർഷത്തോളമായി കാര്യം. എനിക്ക് തോന്നുന്നു മാർച്ചാകുമ്പോൾ 2 വർഷമാവും. അപ്പൊ ഇനി അത് ഞാനിങ്ങനെ പരാതിയായിട്ട് പറഞ്ഞെങ്കിലും ഇനി മേലെ അത് ആവർത്തിക്കായിരിക്കും. നമ്മൾ ചെന്നൊരു തീർച്ചയായിട്ടും തരാം. സാജിദയ്ക്ക് കാശടച്ച ഒരു പീരീഡ് തൊട്ട് ആ മാസിക മുടക്കമില്ലാതെ കിട്ടാനും, അല്ലെങ്കിൽ ആ മുടക്കം വന്ന പീരീഡിൽ തുടർച്ചയായിട്ട് തരാനും നിശ്ചയമായിട്ടും ബ്യൂറോയിൽ നിന്ന് സംവിധാനം ഏർപ്പെടുത്തും. അക്കാര്യം ഞാൻ ഉറപ്പു തരുന്നു. ഞാനൊരു 79-80 കാലഘട്ടത്തിൽ തന്നെ ആദ്യമായിട്ടൊരു കത്ത് സ്വന്തമായിട്ട് ഇങ്ങനെ ഇൻഫോർമേഷൻ അയച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് എനിക്ക് നല്ല ചിത്രമുള്ള ഒരു വാഴക്കുല ഇപ്പോഴും എന്റെ കണ്ണിലിരിക്കുന്നുണ്ട്. അത് തന്നെയാണ് ആദ്യമായിട്ട് എനിക്ക് കിട്ടിയത്. ഞാൻ ഞങ്ങളുടെ കുടുംബത്തൊക്കെ കൃഷി ഉള്ളതുകൊണ്ട് അന്ന് മുതല് കേരള കർഷക അതുമായിട്ട് ബന്ധമുള്ളതാണ്. പിന്നെ സാറിന്റെ തന്നെ ഒരുപാട് ലേഖനങ്ങൾ ഞാൻ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളത് പരിഹരിക്കാം. തീർച്ചയായിട്ടും ഓക്കെ താങ്ക് യു. വിളിച്ചതിന് നന്ദി. ഓക്കെ താങ്ക് യു. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് മാധ്യമങ്ങളുടെ കാർഷിക വിജ്ഞാന വ്യാപനത്തിൽ അച്ചടി മാധ്യമങ്ങളുടെ ഒരു പങ്കിനെ കുറിച്ചാണ്. അല്ല, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ എന്ന് പറയുമ്പോൾ നമ്മൾ അച്ചടി മാധ്യമങ്ങൾ മാത്രമല്ല, വളരെ വിപുലം ബഹുജന സമ്പർക്ക മാധ്യമങ്ങളുടെ എല്ലാം ഒരു സമന്വയ വേദിയാണ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. അങ്ങനെയാണ് 1969 ഫാം ഇൻഫർമേഷൻ ബ്യൂറോ രൂപീകൃതമാകുന്നത്. എന്തിനാണ് ബ്യൂറോ പോലൊരു സ്ഥാപനം എന്ന് അക്കാലത്ത് ചോദിച്ചവരോട് അന്ന് അതിൻ്റെ നയരൂപീകരണ വിദഗ്ധരും അതിൻ്റെ തുടക്കക്കാരും ഹേലി സാറിനെ പോലുള്ളവരും ഒക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഒരു കർഷകൻ തീർച്ചയായിട്ടും നമുക്കെല്ലാം അറിയാവുന്ന പോലെ നമ്മുടെ നാട്ടിൽ കർഷകരുടെ എല്ലാം ചെറുകിട കൃഷിയിടങ്ങളാണ്, തുണ്ടുവൽക്കരിക്കപ്പെട്ട ഫ്രാഗ്മെന്റഡ് ലാൻഡ് ഹോൾഡിങ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം ചെറിയ കൃഷിയിടങ്ങളിൽ നിശ്ചയമായിട്ടും അവനവൻ്റെ ഒരു ഉപജീവന മാർഗം കണ്ടെത്തണമെങ്കിൽ അതിന് പുതിയ കൃഷി അറിവുകളും കൂടെ നിർബന്ധമായിട്ടും പരാജയപ്പെടാനിടയില്ലാത്ത വണ്ണം പ്രയോഗിക്കാനുള്ള ഒരു ആത്മബോധവും ഒരു സപ്പോർട്ട്, ഒരു പിന്തുണ കൊടുക്കാനുണ്ട്. ആ പിന്തുണ ഈ അറിവാണല്ലോ ഏറ്റവും വലിയ ശക്തി. ആ കൃഷി അറിവ് അവന് പകർന്നു കൊടുക്കണം. കൃഷി അറിവ് പകർന്നു കൊടുക്കാൻ ഈ നമ്മുടെ ആ തുണ്ട് കൃഷിയിടത്തിൽ കൃഷി മാത്രമല്ല സാധാരണ കർഷകൻ്റെ ഉപജീവന മാർഗം. കുറച്ച് കൃഷിയും കാലി വളർത്തലും കോഴി വളർത്തലും മത്സ്യം വളർത്തലും ഇതെല്ലാം ഉണ്ട്. ഇങ്ങനെ എല്ലാ മേഖലകളും കൂടെ സമന്വയിക്കുന്ന ഒരു കൃഷിയിടമാണ് നമ്മുടെ ശരാശരി ചെറുകിട നാമമാത്ര കർഷകൻ്റെ കൃഷിയിടം. അപ്പോൾ ഇതിലേക്ക് ഇവന് വേണ്ട അറിവുകൾ വ്യത്യസ്തമാണ്. ഈ ഓരോ അറിവുകളും തേടി ഈ സാധാരണ കർഷകൻ ഓരോ ഓഫീസിലോ ഓരോ ഏജൻസിയിലോ കയറി ഇറങ്ങാൻ ഉള്ളത് പ്രായോഗിക ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ 69 FIB രൂപീകൃതമാകുമ്പോൾ അന്ന് കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ചാരിതാർത്ഥ്യം എന്ന് പറയുന്നത് കർഷകൻ ഇത്തരം എല്ലാ അറിവുകൾ അവൻ്റെ കൃഷിയിടത്തിലേക്കോ അവൻ്റെ കൈകളിലേക്കോ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു യൂണിഫൈഡ് ഏജൻസി, ഒരു ഏകീകൃത സംവിധാനം, അതായിരുന്നു FIB. ഇത് FIB എന്ന് അവന് കിട്ടുന്ന കൃഷി സംബന്ധമായ അറിവുകൾ, മൃഗസംരക്ഷണ സംബന്ധിയായ അറിവുകൾ, ക്ഷീര വികസന സംബന്ധിയായ അറിവുകൾ, ഈ കോഴി താറാവ് തുടങ്ങിയ പക്ഷികളെ എങ്ങനെ വളർത്തും, വളർത്തു പക്ഷികളെ എല്ലാ അറിവുകളും സമസ്ത അറിവുകളും സമന്വയിക്കുന്ന
ഒരു 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 അറിവിൻ്റെ വേദിയാണ്, അല്ലെങ്കിൽ ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. അതാണ് തീർച്ചയായിട്ടും FIBയുടെ സ്ഥാപിത ലക്ഷ്യവും അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 1900 സാറ് പറഞ്ഞ പോലെ തന്നെ 59-ലാണ്. ഒരു 50 വർഷത്തിലധികം ഏതാണ്ട് പാരമ്പര്യമുള്ള കാർഷിക വിജ്ഞാന വ്യാപന മേഖലയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു ചട്ടക്കൂട് എന്താണ് സാർ? നേരത്തെ ചോദിച്ച ആ ചോദ്യത്തിൻ്റെ തുടർച്ചയാണിത്. കാരണം ബ്യൂറോ എപ്പോഴും ബഹുജന സമ്പർക്ക മാധ്യമങ്ങളുടെ ഒരു സമന്വയ വേദിയാണ്. അതിൽ അച്ചടി മാധ്യമമുണ്ട്, ശ്രവ്യ മാധ്യമമുണ്ട്, ദൃശ്യശ്രവ്യ മാധ്യമമുണ്ട്, ഇപ്പോൾ നാം ഏറ്റവും അധികം സംസാരിക്കുന്ന നവമാധ്യമങ്ങളുമുണ്ട്. ഇവയെല്ലാം കൂടെ സമന്വയിപ്പിക്കണം. അപ്പോൾ ഇത്തരം മാധ്യമങ്ങളെല്ലാം നമ്മൾ വിശ്വാസത്തിലെടുത്ത് വേണം നമ്മുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ. അച്ചടി മാധ്യമത്തിൻ്റെ ഒരു വിഭാഗം തന്നെയുണ്ട്. അതിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇത്രയും പാരമ്പര്യമുള്ള കേരള കർഷകൻ മാസിക. ഏതാണ്ട് 6 പതിറ്റാണ്ട് പിന്നിടുന്നു. കേരളത്തിലെ പ്രമുഖമായ കൃഷിമാസികയാണ്. ഏതാണ്ട് 1.5 ലക്ഷത്തോളം വരിക്കാർ. ഒരു കോൾ വരുന്നുണ്ട്, നമുക്ക് കോൾ അറ്റൻഡ് ചെയ്തിട്ട് അതിലേക്ക് എടുക്കാം. ഹലോ 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 ആ പറയൂ, എവിടുന്നാണ്? ഹലോ 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 എവിടുന്നാണ് വിളിക്കുന്നത്? ഹലോ ഹലോ എവിടെ നിന്നാണ് വിളിക്കുന്നത്? കരുവാറ്റ എന്നാണ്. കൈമനത്ത്. ആരെ വിളിക്കുന്നത്? പേര് പറയൂ. ഫാൻഷായ് മോഹൻ. ആ കരുവാറ്റ. ഹലോ ഹലോ ഫാൻഷായ് മോഹൻ. കരുവാറ്റ എന്നാണ്. പറഞ്ഞോളൂ, ചോദിച്ചോളൂ. ഹലോ ഹലോ ചോദിച്ചോളൂ. കേൾക്കാം. ഫാൻഷായ് പറഞ്ഞോളൂ. ഹലോ ചോദ്യം ചോദിച്ചോളൂ. സാർ, വർഷങ്ങളായി ഞാൻ കേരള കർഷകന്റെ വായനക്കാരനും വരിക്കാരനുമാണ്. തീർച്ചയായും സന്തോഷം. വർഷങ്ങളായി ഞാൻ കേരള കർഷകന്റെ വായനക്കാരനും വരിക്കാനുമാണ്. അതെ. കൃഷിക്കാർക്ക് ഇത്രയും അധികം വിജ്ഞാനം പകർന്നു കൊടുക്കുന്ന ഒരു പ്രസിദ്ധീകരണം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സന്തോഷം. വിജ്ഞാനം പകരുന്ന ഒരു പ്രസിദ്ധീകരണം കവർ സ്റ്റോറി മുതൽ നേർരേഖ വരെ കർഷകർക്ക് പുത്തൻ അറിവ് പകരുന്നതാണ്. ഓക്കെ, പറഞ്ഞോളൂ. വൈവിധ്യമാർന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കേരള കർഷകന്റെ ഓരോ ലക്കവും പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കേവലം 10 രൂപയ്ക്ക്, കേവലം 10 രൂപ വിലയ്ക്ക് മികവ് പുലർത്തുന്ന കേരള കർഷകന്റെ ഓരോ ലക്കവും. പറഞ്ഞോളൂ. വളരെ ജിജ്ഞാസയോടെയാണ് കർഷകർ കാത്തിരിക്കുന്നത്. ടിവിയുടെ ഓളയും കുറയ്ക്കാൻ. ഫാൻഷായ് മോഹൻ, കേൾക്കാം. താങ്കൾ പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. ഇത്തരം നല്ല വാക്കുകൾ സത്യത്തിൽ ഞങ്ങളെ കൂടുതൽ ഉത്തരവാദിത്വ ബോധവും ചുമതലാബോധവും ഉള്ളവരാക്കുകയാണ് എന്ന് പറയട്ടെ. താങ്കൾ പറഞ്ഞത് കവർ സ്റ്റോറി മുതൽ നേർരേഖ വരെയുള്ളതെന്നാണ്. തീർച്ചയായിട്ടും അപ്പോൾ താങ്കൾ ഇതിൻ്റെ ഓരോ താളുകളിലൂടെയും വളരെ സമഗ്രമായി സഞ്ചരിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാവും. കാര്യം കവർ സ്റ്റോറി ഞങ്ങളുടെ കേരള കർഷകൻ്റെ മുഖലേഖനമാണ്. നേർരേഖ എന്ന് പറയുന്നത് ഞങ്ങൾ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ 1 വർഷത്തിനകത്ത് തുടങ്ങിയിരിക്കുന്ന ഒരു കാർട്ടൂൺ പങ്ക്തിയാണ്. കാർട്ടൂൺ ആണെങ്കിൽ പോലും അത് ആരോഗ്യകരമായ രീതിയിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു കാർട്ടൂണാണ്. അതായത് കേരള കർഷകൻ്റെ മുഴുവൻ പേജും അടിമുടി സശ്രദ്ധം വായിക്കുന്ന ഫാൻഷായ് മോഹനെ പോലെ ഉള്ള വായനക്കാരാണ്. തീർച്ചയായിട്ടും വായനക്കാരും വരിക്കാരുമാണ് ഞങ്ങളുടെ കരുത്ത്. നല്ല വാക്കുകൾക്ക് നന്ദി. ഞങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ ഈ പ്രസിദ്ധീകരണം പുറത്തിറക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, വിളിച്ചതിന് നന്ദി. സാർ, നമ്മൾ പറഞ്ഞു വന്നത് അച്ചടി മാധ്യമങ്ങളെ കുറിച്ചാണ്. അച്ചടി മാധ്യമത്തിൽ ഫാം ഇൻഫർമേഷൻ ബ്യൂറോയ്ക്ക് 2 വിഭാഗമാണുള്ളത്. ഒന്ന് കേരള കർഷകൻ മാസികയും ഒന്നൊരു പ്രസിദ്ധീകരണ വിഭാഗവും. കേരള കർഷകൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ വരിക്കാരുള്ള മലയാളത്തിലെ പ്രഥമ കൃഷിമാസികയാണ്. ഇന്ന് ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ഇത്രയും അമൂല്യമായ വിവരം ഇത്രയും പേജുകളിൽ ഒതുക്കി കിട്ടുന്ന മറ്റൊരു മാസിക ഉണ്ടോ എന്നെനിക്ക് സംശയമാണ്. മാത്രവുമല്ല, കേരള കർഷകൻ മാസിക നമ്മുടെ ഏതാണ്ട് 13,000-ഓളം സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ വരുന്ന 15 വർഷക്കാലത്തേക്ക് സൗജന്യമായി നമ്മുടെ യുവതലമുറ കൊച്ചു കുഞ്ഞുങ്ങളുടെ കയ്യിൽ എത്തുകയാണ്. അതിൻ്റെ ഒരു പ്രതിഫലനം അല്ലെങ്കിൽ ഒരു പകരം കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവർ അതവിടെ കാർഷിക ക്ലബ്ബുകളിൽ റഫറൻസായിട്ട് വയ്ക്കുകയും ഇതിലേക്ക് കൊച്ചു കൊച്ചു ലേഖനങ്ങൾ അവരുടെ അനുഭവമായിട്ട് എഴുതി തരികയും അത് നമ്മൾ പ്രസിദ്ധീകരിക്കുകയും അവർക്ക് വേണ്ടി നമ്മൾ സംസ്ഥാനതല ലേഖന രചനാ മത്സരം, ഇതുകൂടാതെ കേരള കർഷകന്റെ നവീകരണം 2004-ലാണ് നടക്കുന്നത്. 969 തുടങ്ങിയ പ്രസിദ്ധീകരണം ഇന്ന് കാണുന്ന ഒരു കെട്ടിലും മട്ടിലേക്ക് വന്നത് 2004-ലാണ്.
പക്ഷേ തീർച്ചയായിട്ടും ഇത്തരം ഒരു പ്രസിദ്ധീകരണം കേരളത്തിലെ കർഷകന് വേണ്ടി ആരംഭിക്കണം എന്ന് മുൻകൂട്ടി കണ്ട ആ മഹത്തുക്കളായ മുൻഗാമികളെ നമിച്ചുകൊണ്ട് തന്നെ പറയാം, 2004 ശേഷം കേരള കർഷകൻ്റെ വരിസംഖ്യയിൽ വളരെ വർധന ഉണ്ടായിട്ടുണ്ട്, വരിക്കാരുടെ എണ്ണത്തിൽ. എനിക്ക് തോന്നുന്നത് നമുക്ക് ഇന്ത്യയിൽ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തദ്ദേശീയ ഭാഷകളിൽ ഇറങ്ങുന്ന കൃഷി അനുബന്ധ മേഖലയിലെ കാർഷിക മാഗസിനുകളിൽ ഇന്ത്യയിൽ തന്നെ സർക്കാർ പ്രസിദ്ധീകരണം എന്ന നിലയിൽ കേരള സ്ഥാനമാണ്, ഒന്നാം സ്ഥാനത്ത് തന്നെയാണ്. ശ്രദ്ധേയമായ കേരള കർഷകൻ. അതൊരു സർക്കാർ പ്രസിദ്ധീകരണം എന്ന നിലയിൽ ദില്ലിയിൽ നിന്ന് ഇറങ്ങുന്ന കേരളത്തിലെ ഫാം മാഗസിൻസ് ഇൻ വെർണാക്കുലർ ലാംഗ്വേജസ് എന്നാണ് പറയുന്നത്. അതായത് പ്രാദേശിക ഭാഷകളിലുള്ള കൃഷി മാസികകളിൽ മറ്റ് മാസികകളുമുണ്ട്. അക്കൂട്ടത്തിൽ മലയാളത്തിൽ നിന്ന് കേരള കർഷകന്റെ പേരില്ലാതെ ഒരു 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 ഗവേഷണ പ്രബന്ധവും ഇറങ്ങാറില്ലെന്ന് പറയാൻ സന്തോഷമുണ്ട്. നമുക്ക് കേരള കർഷകനെ കുറിച്ച് മാത്രം സംസാരിച്ചാൽ പോരാ, തീർച്ചയായിട്ടും കേരള കർഷകനും സമാന്തരമായിട്ട് ഒരു പബ്ലിക്കേഷൻ വിഭാഗമുണ്ട്. ഈ പബ്ലിക്കേഷന്റെ വിഭാഗത്തിന്റെ പ്രധാന ഒരു പ്രവർത്തന ശൈലി കേരളത്തിൽ നടക്കുന്ന പരശതം കാർഷിക സെമിനാറുകൾക്കും കർഷക മേളകൾക്കും കാർഷിക സംവാദങ്ങൾക്കും അനുരൂപമായ അല്ലെങ്കിൽ ഉചിതമായ രീതിയിൽ അവർക്ക് വേണ്ട ബുക്ക്ലെറ്റ്സും ലീഫ്ലെറ്റ്സും ചെറിയ പ്രസിദ്ധീകരണങ്ങൾ, കൈപ്പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് സൗജന്യമായി കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ എത്രയോ ലക്ഷം പ്രസിദ്ധീകരണങ്ങൾ നമ്മുടെ കർഷകരുടെ കയ്യിലെത്തുകയും അത് അവരുടെ കൃഷിയിടങ്ങളിൽ കൃഷി വർധനവിന് സഹായിക്കുകയും ചെയ്തിട്ട് ഉണ്ട് എന്നുള്ളത് കൃഷി വകുപ്പിൻ്റെ പേരിൽ ഫാം ഇൻഫർമേഷൻ ബ്യൂറോയ്ക്ക് അഭിമാനിക്കാവുന്ന കാര്യം തന്നെ. ഇത് രണ്ടുമാണ് പ്രധാനമായി. ഇത് ഈ കേരള കർഷകൻ ചെറിയ കൈപ്പുസ്തകങ്ങൾ, ഒപ്പം ഓരോ കാലഘട്ടത്തിലും വരുന്ന പ്രധാന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പോസ്റ്ററുകൾ കൃഷി വകുപ്പിന് വേണ്ടി, പോസ്റ്ററുകൾ മൃഗസംരക്ഷണ വകുപ്പിന് വേണ്ടിയും ക്ഷീരവികസന വകുപ്പിന് വേണ്ടിയും പോസ്റ്ററുകളും അച്ചടിച്ച് ഗ്രാമീണ തലത്തിലെത്തിക്കുന്ന ഒരു ചുമതലയും ബ്യൂറോ നിർവഹിച്ചു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് മറ്റ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ മറ്റ് പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് സാർ, ഒന്ന് വിശദീകരിക്കുക. ഞാൻ ഈ അച്ചടി മാധ്യമത്തിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. അച്ചടി മാധ്യമം മാത്രം കൊണ്ട് നമുക്ക് സാർ ഒരു മിനിറ്റ്, ഒരു കോളുണ്ട്. ഹലോ ഹലോ, ആരാണ് വിളിക്കുന്നത്? രവീന്ദ്രൻ, വടകര. രവീന്ദ്രൻ വടകര. പറഞ്ഞോളൂ രവീന്ദ്രൻ, ചോദിച്ചോളൂ, ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. കേരള കർഷകനിലെ കർഷകരുടെ സംശയത്തിന് ഉത്തരം പറയുന്ന ഒരു 4-5 പേജ് ഇട്ടാല് പല സംശയങ്ങൾ ഉത്തരം പറയായിരുന്നു, ഉത്തരം കിട്ടുമായിരുന്നു. ഇപ്പൊ അതില്ല. അത് തീർച്ചയായിട്ടും ഞങ്ങൾ അവിടെ ഈ കഴിഞ്ഞ ഒരു 4-5 ലക്കമായിട്ട് അതില്ലാത്തതാണ്. മറ്റ് ചില ലേഖനങ്ങളുടെ അതിപ്രസരം ഞാൻ നേരത്തെ ശ്രീ രവീന്ദ്രന്റെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഈ ചോദ്യം വളരെ നന്നായി. ഞങ്ങൾക്ക് ഈ മാസിക കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം ഈ കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, കേരള കാർഷിക സർവകലാശാല, കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ, ഈ എല്ലാ വകുപ്പുകളിലും ഞാൻ ഈ പറഞ്ഞ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന ഗവേഷകരും ഉദ്യോഗസ്ഥരും എഴുതുന്ന ലേഖനങ്ങളാണ് തീർച്ചയായിട്ടും നമ്മൾ കേരള കർഷകൻ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാസത്തിൽ ഒരിക്കൽ ഇറങ്ങുന്ന കേരള കർഷകൻ മാസികയിൽ ഒരു ലേഖനം വന്നു കാണാൻ തീർച്ചയായിട്ടും ഈ ഉദ്യോഗസ്ഥരുടെയും ഗവേഷകരുടെയും ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് വളരെയധികം സമ്മർദ്ദമുണ്ട്. ഇതിൽ പലതും നല്ല ലേഖനങ്ങൾ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു വരിക്കാരുടെ എണ്ണം കൂടുതൽ വായനക്കാരിലേക്ക് എത്തുന്നു എന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ രചയിതാക്കൾക്ക് ഒരു താല്പര്യമുണ്ട്, ഇതിൽ ലേഖനങ്ങൾ വരണം. പിന്നെ സർക്കാർ പ്രസിദ്ധീകരണം എന്നുള്ള നിലയ്ക്ക് ഇതിനൊരു ആധികാരികതയുണ്ട്. പിന്നെ ആകർഷണീയമായ പ്രസിദ്ധീകരണം എന്നുള്ള നിലയ്ക്ക് അവർക്കൊരു മാനസിക സംതൃപ്തിയുണ്ട്. അങ്ങനെ വന്നപ്പോഴാവും നിശ്ചയമായും ഞങ്ങൾ ഈ ഒരു പങ്ക്തി മാറ്റിവെച്ച്, എന്തായാലും താങ്കളെപ്പോലെ നിരവധി പേർ ഇത്തരം ഒരു പങ്ക്തിയുടെ സജീവമായ വായനക്കാരാണെന്നറിഞ്ഞതിൽ സന്തോഷിക്കുന്നു. തീർച്ചയായിട്ടും ഏറ്റവും അടുത്ത ലക്കത്തിൽ തന്നെ ഈ ചോദ്യോത്തര പരിപാടി ആരംഭിക്കുന്നതാണ്. നിർദ്ദേശത്തിന് വളരെ നന്ദി മിസ്റ്റർ രവീന്ദ്രൻ. സാർ, അടുത്ത സാർ നേരത്തെ പരാമർശിച്ചുകൊണ്ടിരുന്നത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ മറ്റൊരു പ്രവർത്തനത്തെ കുറിച്ചാണ്. അതിനകത്ത് മറ്റൊരു പ്രവർത്തന വിഭാഗം എന്ന് പറഞ്ഞാൽ ആകാശവാണിയാണ്, അല്ലെങ്കിൽ റേഡിയോ ആണ്. നമുക്കെല്ലാം അറിയാം, എത്ര നിരക്ഷരരായ കർഷകരുടെ കൈകളിൽ പോലും അവർ കൃഷിയിടത്തിൽ പോകുമ്പോൾ ഒരു ട്രാൻസിസ്റ്ററോ റേഡിയോ ഉണ്ടാവും. അങ്ങനെയാണ് 40 വർഷം മുമ്പ്, അതായത് 4 ദശാബ്ദം മുൻപ്, ഞാനിപ്പോൾ കേരള കർഷകൻ തുടങ്ങിയിട്ട് 6 പതിറ്റാണ്ടായി എന്ന് പറയുന്നത് പോലെ തിരുവനന്തപുരം ആകാശവാണി നിലയവുമായിട്ട് ചേർന്നിട്ട് തുടങ്ങിയ കാർഷിക മേഖലാ വാർത്തകൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് 40 വർഷം കഴിഞ്ഞിരിക്കുന്നു, 45 വർഷത്തോളമായി. അത് വളരെ സജീവമായി ഇന്നും ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തന്നെയാണ് ആകാശവാണിക്ക് കാർഷിക മേഖലാ വാർത്തകൾക്കുള്ള വാർത്ത ശേഖരിച്ച് നൽകുന്ന ദൈനംദിന പ്രവർത്തനം ചെയ്തു പോരുന്നത്. ഇനി അതേ മേഖലയിൽ തന്നെ ഈ അടുത്ത കാലത്ത് ഒരു 3 വർഷത്തിനകത്തായിട്ട് തുടങ്ങിയ മറ്റൊരു FM റേഡിയോ പ്രോഗ്രാമും
ബ്യൂറോ ചെയ്തു വരുന്നുണ്ട്. അത് ഞാറ്റുവേല എന്ന പേരിലാണ്. തിങ്കൾ ചൊവ്വ വ്യാഴം വെള്ളി ഈ ദിവസങ്ങളിൽ വൈകുന്നേരം 5 മുതൽ 5:30 വരെയുള്ള ഞാറ്റുവേല പ്രോഗ്രാം ആകാശവാണിയുമായി സഹകരിച്ച് നിരവധി കർഷകരുടെ വിജയകഥകളും കർഷകർക്ക് സഹായകമായ കൃഷിരീതികളും അഭിമുഖങ്ങളും ഒക്കെ ചേർത്ത് നൽകുന്ന ഒരു മിക്സഡ് പ്രോഗ്രാമാണ് ഞാറ്റുവേല. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ വിഷ്വൽ മീഡിയയിൽ നമ്മുടെ ദൂരദർശനുമായി സഹകരിച്ചുകൊണ്ടുള്ള വിഷ്വൽ മീഡിയയിൽ ബ്യൂറോ ദൂരദർശനുമായിട്ട് സഹകരിച്ച് വിഷ്വൽ മീഡിയയുടെ കാര്യം എനിക്ക് പറയുമ്പോൾ ആദ്യം ദൂരദർശനോടുള്ള കടപ്പാടാണ് ആദ്യം പറയേണ്ടത്. കാര്യം ദൂരദർശൻ എത്രയോ വർഷം മുൻപ് തുടങ്ങിയ നാട്ടിൻപുറം, ഇന്നത്തെ കൃഷിദർശൻ്റെയൊക്കെ ഒരു മുൻകാല പതിപ്പാണ് നാട്ടിൻപുറം. ആ നാട്ടിൻപുറം തുടങ്ങിയ ഏതാണ്ട് അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ബ്യൂറോ നൂറുമേനി എന്ന് പറയുന്ന ഒരു വീഡിയോ പ്രോഗ്രാം തുടങ്ങുകയും അത് ഇന്നും ഞായറാഴ്ചകളിൽ രാവിലെ ദൂരദർശൻ തന്നെ സംപ്രേഷണം ചെയ്തു വരികയുണ്ട്. അതിന് വളരെയധികം കാഴ്ചക്കാരുമുണ്ട്. സാർ ഒരു കോൾ വരുന്നുണ്ട്. ഹലോ ഹലോ പേരെന്താണ്? പേര് അനിൽ പി വി. അനിൽ പി. അനിൽ പി വി. ഓക്കെ. എവിടുന്നാണ് വിളിക്കുന്നത്? തലയോലപ്പറമ്പ്. ചോദിച്ചോളൂ, സാറിനോട് ചോദിച്ചോളൂ. ബിഷപ്പ് സ്കൂളിലെ അധ്യാപനാണ്. തീർച്ചയായിട്ടും. ഓക്കെ. FIBയുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനുള്ള എന്തൊക്കെ ശ്രമങ്ങളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ കേരള കർഷകരുടെ സ്കൂളുകളിലെല്ലാം ഉണ്ട്, കിട്ടുന്നുണ്ടല്ലേ? സ്കൂളുകളിലെല്ലാം എത്തുന്നുണ്ട്. തുടർന്ന് എന്തൊക്കെ FIBയുടെ ലെവലിൽ എന്താ ഉദ്ദേശിക്കുന്നത്? FIBയുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ഈ മാധ്യമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഇനി FIBക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. കാര്യം സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് സ്കൂളുകളിലൊക്കെ ഇപ്പം നമ്മൾ ഈ സർക്കാരിൻ്റെ കൃഷി വകുപ്പിൻ്റെ ഭാഗമായിട്ട് കൃഷിത്തോട്ടം പരിപാടി നടപ്പിലാക്കുന്നുണ്ടല്ലോ. അപ്പം അതിന് വേണ്ട പ്രസിദ്ധീകരണങ്ങളായോ അല്ലെങ്കിൽ അതിന് വേണ്ട മറ്റു കാര്യങ്ങളോ ഒക്കെ നമുക്ക് മറ്റ് വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സഹകരിക്കാവുന്നേ ഉള്ളൂ. അത് തീർച്ചയായിട്ടും അത് ചെയ്യാം. സ്കൂളുകളുമായിട്ട് ഞങ്ങളുടെ കേരള കർഷകർ എത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സ്കൂളുകളിലെ മറ്റ് പ്രവർത്തനങ്ങളിലും ഒക്കെ ബ്യൂറോയ്ക്കൊരു പങ്കാളിത്തം ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. മാത്രമല്ല യുവതലമുറയെ കൃഷിയിലേക്ക് ആകർഷിച്ച് നിർത്തണമെന്നുള്ളത് ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ ഒരു പ്രഖ്യാപിത നയം തന്നെയാണ്. നമ്മുടെ ബഹുമാന്യനായ കൃഷിമന്ത്രി തന്നെ അത്തരം കാര്യങ്ങൾ ഇതിനോടകം തന്നെ ഒരു പ്രാഥമിക ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ശക്തമായി നടപ്പാക്കാനുള്ള നിർദ്ദേശങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതിന്റെ തീർച്ചയായിട്ടും ബ്യൂറോ നമ്മുടെ സംസ്ഥാനത്തെ ഒട്ടുമിക്ക ഏതാണ്ട് എല്ലാ സ്കൂളുകളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. വിളിച്ചതിന് വളരെ നന്ദി അനിൽ. വിളിച്ചതിന് വളരെ നന്ദി. സാർ, നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ദൂരദർശന വിഷ്വൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നൂറുമേനി എല്ലാ ഞായറാഴ്ചയും ദൂരദർശൻ തന്നെ സംപ്രേഷണം ചെയ്യുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ പ്രവർത്തനമായിട്ട് പറയാൻ നമുക്കിപ്പോൾ ഒരു സ്റ്റുഡിയോ, ഒരു ഫുൾ ഫ്ലഡ്ജ് സ്റ്റുഡിയോ തന്നെ ബ്യൂറോയോട് ചേർന്ന് ഏതാണ്ട് പണി തീർന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഈ നൂറുമേനി ആയാലും നമ്മുടെ ഞാറ്റുവേല ആയാലും ഒക്കെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഇതെല്ലാം കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് പ്രോഗ്രാം കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്ത് നമുക്ക് തന്നെ ചെയ്ത് എഡിറ്റ് സ്യൂട്ട് ഉൾപ്പെടെയുള്ള സ്റ്റുഡിയോ ആണ് തയ്യാറായി വരുന്നത്. അത് കുറച്ചുകൂടെ ഫലവത്തായി ദൂരദർശൻ പോലുള്ള മാധ്യമങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കൂടുതൽ ബഹുജനങ്ങളിലേക്ക് എത്തിക്കാനും അങ്ങനെ ബ്യൂറോയുടെ പ്രവർത്തന ലക്ഷ്യം കൂടുതൽ സാർത്ഥകമാക്കാനും കഴിയും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഈ മീഡിയയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ബ്യൂറോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലകളിലൊന്നാണ് മീഡിയ ലൈസൺ വിഭാഗം എന്ന് പറയുന്നത്. കാര്യം കൃഷി വാർത്തകൾ യഥാസമയം ബഹുജനങ്ങളിലും കൃഷിയെ സ്നേഹിക്കുന്നവരിലും എത്തിക്കുന്ന ഒരു ശ്രദ്ധേയമായ ജോലിയാണ് ബ്യൂറോയുടെ മീഡിയ ലൈസൺ വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനു പുറമെ ദൈനംദിന പത്രക്കുറിപ്പുകൾ, ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പത്രസമ്മേളനങ്ങൾ, പിന്നെ കൃഷി വകുപ്പിൻ്റെ പുതിയ പരിപാടികളെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ കർഷകരിലേക്കും ബഹുജനങ്ങളിലേക്കും എത്തിക്കാനുള്ള എന്തെല്ലാം പ്രചരണ മാർഗങ്ങൾ, അതെല്ലാം മീഡിയ ലൈസൺ വിഭാഗമാണ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കി വരുന്നത്. ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ മറ്റ് ഇതര പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഇതര പ്രവർത്തനം ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു പ്രവർത്തന മേഖല പ്രദർശന വിഭാഗമാണ്, ക്യാമ്പയിൻ വിങ് എന്ന് പറയുന്നത്. വളരെ സുപരിചിതമായതുപോലെ ബ്യൂറോ കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി പ്രദർശനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ പോലുള്ള രാജ്യാന്തര പ്രദർശനങ്ങളിൽ പോലും സംസ്ഥാന കൃഷി വകുപ്പിനെ പ്രതിനിധീകരിച്ച് ബ്യൂറോ ആണ് പങ്കെടുക്കുന്നത്. അത് അതാത് കാലത്ത് വരുന്ന വിഷയത്തിന് അനുഗുണമായി
കേരളത്തിലെ കൃഷി മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, അത് എപ്രകാരമാണ് കർഷകനിലേക്ക് എത്തുന്നത്, അതിൻ്റെ ഗുണഭോക്താക്കളായ കർഷകർ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം ദൃശ്യവൽക്കരിക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു പ്രവർത്തനമാണ് ക്യാമ്പയിൻ വിങ് ചെയ്യുന്നത്. പോരാത്തതിന് കൃഷി വകുപ്പിന് വേണ്ടി നമ്മൾ ഈ ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ ഫ്ലോട്ട് നമ്മുടെ നെല്ല് നമ്മുടെ അന്നം എന്ന് പറയുന്ന ശ്രദ്ധേയമായ വിഷയം സർക്കാർ സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ 1ാം സ്ഥാനത്തെത്തി. അതും കൃഷി വകുപ്പിന് വേണ്ടി ബ്യൂറോ ചെയ്ത ഒരു പ്രവർത്തനമായിരുന്നു. തീർച്ചയായിട്ടും അഭിമാനകരമായ ഒരു നേട്ടമാണ്. അതുകൊണ്ട് ഒരു 15 വർഷത്തിന് ശേഷമാണ് ബ്യൂറോയെ തേടി വീണ്ടും അത്തരമൊരു പുരസ്കാരം വരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രവർത്തകർക്ക് അഭിമാനകരമായ ഒരു കാര്യമാണ്. ഞാൻ വീണ്ടും നമ്മുടെ പൊതുവായ മാധ്യമങ്ങളിലേക്ക് വരികയാണ് സാർ. എനിക്ക് തോന്നുന്നത് ഇന്ന് കേരളത്തിൽ ഇറങ്ങുന്ന ഒട്ടുമിക്കൽ പ്രിൻ്റ് മീഡിയയിലും ഏകദേശം എല്ലാ മാധ്യമങ്ങളിലും കാർഷിക രംഗം എന്ന് പറയുന്ന ഒരു പേജ് അനിവാര്യ ഘടകമായിട്ട് മാറുകയാണ്. തീർച്ചയായും. അപ്പോൾ ഇതിന് ഒരു കാരണമായത് എനിക്ക് തോന്നുന്നത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രവർത്തനം തന്നെയാണ്. അതിൻ്റെ പഴയ കാലഘട്ടത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഈ പത്രമാധ്യമ രംഗത്ത് അല്ലെങ്കിൽ ഈ കാർഷിക രംഗം പേജുകൾക്ക് പ്രസക്തി ഉണ്ടായത് തന്നെ ഒരു FIBയുടെ ഇൻഫ്ലുവൻസാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇറങ്ങുന്ന ഏകദേശം എല്ലാ പത്രമാധ്യമങ്ങളിലും കാർഷിക രംഗത്തിനായിട്ടൊരു പേജ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെയാണ് സാർ ഇതിനെ നോക്കിക്കാണുന്നത്? കാർഷിക വിജ്ഞാന വ്യാപന മേഖലയിൽ ഇതിന് എന്തുമാത്രം സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നു? ഞാൻ പറഞ്ഞതുപോലെ അച്ചടി മാധ്യമങ്ങളുടെ ഒരു ശക്തിയാണ് പത്രത്തിൻ്റെ ശക്തി എന്ന് വെച്ചാൽ അച്ചടി മാധ്യമത്തിൻ്റെ ശക്തിയാണ്. അത് ഏറ്റവും ഫലവത്തായി ഉപയോഗപ്പെടുത്തുന്നത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ആയിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഈ കാർഷിക രംഗം പങ്ക്തി എല്ലാ പത്രങ്ങളിലും ഒരു ദിവസം കൃഷിക്കാർക്ക് വേണ്ടി മാത്രമായി ഒരു മുഴുനീള പേജ് മാറ്റിവെക്കുക എന്നുള്ള ആശയം എനിക്ക് തോന്നുന്നു 1969 ഹേലി സാർ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ ആയിരുന്ന സമയത്ത് ഈ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയും അന്നത്തെ ഭരണകർത്താക്കളും ബ്യൂറോയും കൃഷി വകുപ്പും ഒക്കെ കൂടെ ചേർന്നിട്ട് ഈ ഒരു ആശയം ഏത് മാധ്യമം വഴി, ഏത് അച്ചടി മാധ്യമം വഴി പ്രാവർത്തികമാക്കാമെന്നുള്ള ആലോചന എനിക്ക് തോന്നുന്നു അന്ന് എത്തിച്ചേർന്നത് മാതൃഭൂമി ദിനപത്രത്തിലാണ്. അങ്ങനെയാണ് 1974 അന്നത്തെ പ്രസിദ്ധനായ പത്രാധിപരായിരുന്ന ഉദയഭാനു സാറുമൊക്കെ ആയിട്ട് ചേർന്നിട്ട് ബ്യൂറോയും ചേർന്ന് ആരംഭിക്കുന്ന പങ്ക്തിയാണ് കാർഷിക രംഗം പങ്ക്തി. അത് 1974 ഓഗസ്റ്റ് മാസത്തെ ആദ്യത്തെ ബുധനാഴ്ചയാണ് മാതൃഭൂമി പത്രത്തിൽ ഒരു മുഴുവൻ പേജ് കാർഷിക രംഗത്തിന് മാറ്റിവെക്കുന്നത്. അതൊരു ഈ മേഖലയിലെ ഒരു വിപ്ലവകരമായ മുന്നേറ്റമെന്ന് തന്നെ വിശേഷിപ്പിക്കാം. അത് ഉടൻ തന്നെ അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി കേരളത്തിലെ എല്ലാ ദിനപത്രങ്ങളും മനോരമ, ദീപിക, ദേശാഭിമാനി, ജനയുഗം, ചന്ദ്രിക, കേരളഭൂഷണം, ജന്മഭൂമി തുടങ്ങി ഏതാണ്ട് എല്ലാ പത്രങ്ങളും ഈ ഒരു ശ്രദ്ധേയമായ ദൗത്യം മലയാള കർഷകന് വേണ്ടി ഏറ്റെടുത്തു എന്നുള്ളതാണ്. അപ്പം മാധ്യമങ്ങൾ എല്ലാ കാലത്തും ഒരു പ്രോ ഫാർമർ ആക്ടിവിറ്റീസ് ആണ്. അതായത് കർഷകന് വേണ്ടി നിലനിൽക്കുന്ന മാധ്യമങ്ങളുടെ ഒരു നല്ല പിന്തുണ ഉണ്ട് എന്ന് മാത്രമല്ല, അന്നത്തെ ഒരു കണക്ക് പ്രകാരം AP ഉദയഭാനു സാർ അന്ന് എഴുതിയ ഒരു ലേഖനം ഞാൻ വായിച്ചത്, ഈ ഒരു മുഴുവൻ പേജ് ആ ബുധനാഴ്ച ദിവസം മാറ്റിവെക്കുമ്പോൾ ആ പത്രം ഒരു 5000 മുതൽ 7000 രൂപ വരെ, അന്നത്തെ കണക്കാണ് ഞാൻ പറഞ്ഞത്, 5000 മുതൽ 7000 രൂപ വരെയുള്ള പരസ്യം മാറ്റിവെച്ചുകൊണ്ടാണ് കൃഷിക്ക് വേണ്ടി ഒരു മുഴുവൻ പേജ് ഞങ്ങൾ സമർപ്പിക്കുന്നതെന്നാണ്. കാര്യം അത്രത്തോളം പ്രതിബദ്ധതയാണ് പ്രാധാന്യമാണ് പത്രമാധ്യമങ്ങൾ കേരളത്തിലെ കാർഷിക മേഖലയോട് കാണിക്കുന്നത് എന്ന് മാത്രമല്ല, അന്ന് വളരെ രസകരമായ കോളം ഓഫ് വെനസ്ഡേയ്സ്, ബുധനാഴ്ചകളിലെ പങ്ക്തി എന്നാണ് കാർഷിക രംഗം പങ്ക്തി അറിയപ്പെട്ടിട്ടുണ്ട്. കാര്യം എല്ലാ ബുധനാഴ്ചയും ഒരു 15 മലയാള പത്രം തുറന്നു നോക്കിക്കഴിഞ്ഞാൽ 15 ഓരോ പേജ് ഈ 15 പത്രത്തിലും കാർഷിക രംഗം പങ്ക്തി തന്നെയായിരിക്കും. ഇത് കേരളത്തിലെ കർഷകരെ വളരെയേറെ സ്വാധീനിച്ചു എന്ന് കേരള കാർഷിക സർവകലാശാലയുടെ പഠനങ്ങൾ തന്നെ തെളിയിച്ചിട്ടുണ്ട്. സാർ ഒരു കോൾ വരുന്നുണ്ട്, നോക്കാം. ഹലോ, കോള് കട്ടായി. സാരമില്ല. ഞാൻ ഇത് ഈ കാർഷിക രംഗം പങ്ക്തിയുടെ മറ്റൊരു പ്രത്യേകത, കേരള കാർഷിക സർവകലാശാലയുടെ കൃഷി വിജ്ഞാന വ്യാപനത്തിൽ നടന്ന ചില ഗവേഷണ പ്രബന്ധങ്ങൾ ഇതേക്കുറിച്ച് സൂചിപ്പിക്കുന്നുമുണ്ട്. ഈ പത്രത്തിൽ വരുന്ന പങ്ക്തികൾ ഇവർ അത്യാവശ്യം വെട്ടിവെക്കുകയും പിന്നീട് ഇത്തരം കാര്യങ്ങൾ അവരുടെ റെഫറൻസിന് വേണ്ടി വീണ്ടും പുനരുപയോഗത്തിന് വേണ്ടി അവർ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഉപയോഗിക്കുന്ന ആളുകളിൽ ഒരു നല്ല ശതമാനവും നവസാക്ഷരർ അല്ലെങ്കിൽ നിയോ ലിറ്ററേറ്റ്സ് എന്ന് പറയുന്ന ആളുകളാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ കർഷക ജനത അല്ലെങ്കിൽ നമ്മുടെ കർഷക സമൂഹം എത്രത്തോളം വിശ്വാസ്യതയും ആധികാരികതയുമാണ് ഈ പത്രപങ്ക്തികൾക്കും അച്ചടി മാധ്യമത്തിനും നൽകിയിരിക്കുന്നത്. പ്രാധാന്യം തീർച്ചയായും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത.
അപ്പോൾ ബ്യൂറോയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അച്ചടി, ദൃശ്യ, ശ്രാവ്യ മാധ്യമങ്ങളുടെ ഒരു സമന്വയ വേദിയാണ് ബ്യൂറോ. സാർ, ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. നമ്മുടെ പുതിയ നവമാധ്യമങ്ങളുടെ കാലമാണല്ലോ ഇപ്പോൾ. തീർച്ചയായും. അപ്പോൾ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് കാർഷിക വിജ്ഞാന വ്യാപനത്തിന് നമ്മുടെ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ അല്ലെങ്കിൽ കൃഷി വകുപ്പ് ആയിട്ട് ബന്ധപ്പെട്ട് നടത്തുക എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? കൃഷി വകുപ്പും ഫാം ഇൻഫർമേഷൻ ബ്യൂറോയും നവമാധ്യമങ്ങളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധേയമായ ചില നീക്കങ്ങൾ ഒരു ചുവടുവയ്പ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇപ്പോൾ ഉദാഹരണത്തിന് SFAC, നമ്മുടെ സ്മോൾ ഫാർമേഴ്സ് അഗ്രി ബിസിനസ് കൺസോർഷ്യം, അവർ വിജ്ഞാനം വിരൽത്തുമ്പിൽ എന്ന് പറയുന്ന മൊബൈൽ ഡാറ്റ വരെ കിട്ടുന്ന കൃഷി അറിവുകൾ പകരുന്ന ചില സന്ദേശങ്ങളുണ്ട്. പിന്നെ കൃഷി വകുപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങളും, ബ്യൂറോയുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ വെബ്സൈറ്റിൽ അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരു IT ഡിവിഷനും ബ്യൂറോയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം നവമാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തന മേഖലയാണ് ഒരു കുടക്കീഴിൽ FIB. ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കാർഷിക വിജ്ഞാന വ്യാപന ചരിത്രത്തിൽ FIBക്കുള്ള സ്ഥാനവും അത് തന്നെയാണ്. ഏതാണ്ട് 6 പതിറ്റാണ്ടിൻ്റെ ചരിത്രമുണ്ട്. ഈ പരിപാടിയുടെ വിശദാംശങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ അതിഥിയായി എത്തിയ ശ്രീ സുരേഷ് മുതുകുളം സാറിനെ ബന്ധപ്പെടാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ അഡ്രസ്: സുരേഷ് മുതുകുളം, പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ PO, തിരുവനന്തപുരം. ഫോൺ 944 630 6909. ഫോൺ നമ്പർ ഒന്നുകൂടി പറയാം: 944 630 6909. കൃഷി ദർശൻ പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ അതിഥിയായി എത്തിയ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ ശ്രീ സുരേഷ് മുതുകുളം സാറിനും നന്ദി രേഖപ്പെടുത്തി. നന്ദി, നമസ്കാരം.